ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് 1 ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററായ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷനിലെ പാർട്ട് 6 വീഡിയോ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, അതേപോലെ റോളിംഗ് മോഷൻ, ദ കംപ്ലീറ്റ് കോൺസെപ്റ്റ്സ് അബൌട്ട് ദി റോളിംഗ് മോഷൻ ആൻഡ് സർട്ടൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ആദ്യമായിട്ട് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻ ട്രാൻസ്ലേഷണൽ മോഷൻ, if the force acting on the system is 0, then rate of change of linear momentum is equal to 0. That is, F is equal to 0, then dp by dt is equal to 0. So linear momentum P is a constant. നമ്മൾ മുന്നത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചാണ് dp by dt is equal to 0. So P is equal to a constant. Here we are considering a rotating system, and if there is no torque acting on the system, then angular momentum is constant. That is the law of conservation of angular momentum. അപ്പോൾ നമുക്കറിയാം tau is equal to rate of change of angular momentum dl by dt. If tau is equal to 0, that means if torque acting on the rotating system is 0, then dl by dt is equal to 0. That is, differential coefficient of a quantity is 0. That means that quantity is a constant. Here dl by dt is equal to 0. That means L equal to a constant. Okay, so that is the law of conservation of angular momentum. Then how can you express this law as a statement? The statement is, if there is no torque acting on a rotating system, total angular momentum of the system will be a constant. So that is the statement of law of conservation of angular momentum. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലോ കൺസർവേഷനുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷൻസ് ആണ്. നമുക്കറിയാം ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആവുന്ന കേസ് എന്ന് പറയുന്നത് ടോർക്ക് സിസ്റ്റത്തിന്മേൽ ആക്ട് ചെയ്യാത്ത കേസിലാണ്. നമുക്കറിയാം ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. L is equal to I omega. അപ്പോൾ L കോൺസ്റ്റൻ്റ് ആണ് പറഞ്ഞാൽ അർത്ഥം എന്താ? I omega is equal to a constant. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? I is equal to a constant into ഈ ഒമേഗനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ എ കോൺസ്റ്റന്റ് ഇൻറ്റു 1 by omega. Or we can write I is proportional to 1 by omega. അതായത് ഒമേഗയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇതെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? I കൂടുകയാണെങ്കിൽ, സപ്പോസ് ഇഫ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ഇൻക്രീസിങ്, ദെൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ വിൽ ഡിക്രീസ്. അതായത് ഒരു ക്വാണ്ടിറ്റി കൂടുമ്പോൾ അടുത്ത ക്വാണ്ടിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യയ്ക്ക് മാറ്റം വരുന്നത്. നമ്മൾ പഠിച്ചിട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് I is equal to mk² ആണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ രണ്ട് ഫാക്ടേഴ്സിനാണ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് മാസ് ഓഫ് ദി സിസ്റ്റം, രണ്ടാമത് റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ ചേഞ്ചസ്, അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ചേഞ്ച് ചെയ്യും. മാസ് ഓഫ് ദ സിസ്റ്റം ചേഞ്ചസ്, അപ്പോഴും മൊമെന്റ് ഓഫ് ഇനേഷ്യ ചേഞ്ച് ചെയ്യും. മാസ് ചേഞ്ച് ചെയ്യുക പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ചേഞ്ച് ചെയ്യുക. ഇനി റേഡിയസ് ഓഫ് ഗൈറേഷൻ ചേഞ്ച് ചെയ്യുക പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി സൈസ് ഓഫ് ദ ബോഡി ആൻഡ് ഷേപ്പ് ഓഫ് ദ ബോഡി ആൻഡ് ഓറിയന്റേഷൻ ഓഫ് ദി ആക്സിസ് ഓഫ് ദി ബോഡി. ഓക്കെ, അതായത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ചേഞ്ച് ചെയ്യുക പറഞ്ഞാൽ അർത്ഥം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുക, അപ്പോൾ കെ ചേഞ്ച് ചെയ്യും. അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ചേഞ്ച് ചെയ്യുന്ന സമയത്തും കെ ചേഞ്ച് ചെയ്യും. അതേപോലെ റേഡിയസ് ഓഫ് ദ ബോഡി ചേഞ്ച് ചെയ്യുകയാണെങ്കിലും കെ ചേഞ്ച് ചെയ്യും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ് ആണ്. നമുക്ക് ആദ്യത്തെ ഒരു അപ്ലിക്കേഷനായിട്ട് നമ്മുടെ സൺ പ്ലാനറ്റ് സിസ്റ്റം എടുക്കാം. നമുക്കറിയാം സണ്ണിന് ചുറ്റുമായിട്ട് പ്ലാനറ്റ്സ് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ് കറങ്ങുന്നത്. ഇതാണ് സണ്ണ്. ഈ സണ്ണിന് ചുറ്റുമായിട്ട് ഈ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് ഈ പ്ലാനറ്റ് കറങ്ങുന്നത്. അപ്പോൾ പ്ലാനറ്റ് ചില സമയത്ത് സണ്ണിനോട് അടുത്ത് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, ചില സമയത്ത് പ്ലാനറ്റ് സണ്ണിൽ നിന്ന് വളരെ അകലെയായിരിക്കും. ഈ രണ്ട് കേസിലും ഇവിടുത്തെ ആംഗുലർ വെലോസിറ്റി ഓഫ് ദ പ്ലാനറ്റ് വ്യത്യാസമാവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നോക്കൂ, ഈ ഭാഗത്ത് സണ്ണും പ്ലാനറ്റും വളരെ അടുത്താണ് ഇരിക്കുന്നത്. അതായത് ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ ഈ എലിപ്സിൻ്റെ ഈ ഡിസ്റ്റൻസ് R എന്ന് പറയുന്നത് ഇവിടെ കുറവാണ്. ദാറ്റ് ഈസ് R ഈസ് ലെസ്. R കുറയുമ്പോൾ നമുക്കറിയാം I is equal to mr² ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ R കുറയുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയും. ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയുകയാണെങ്കിൽ നമുക്കറിയാം I omega is a constant according to conservation of angular momentum. ഇവിടെ എക്സ്റ്റേണലായിട്ട് വേറെ ടോർക്കൊന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ I omega is a constant. അപ്പോൾ ഇവിടെ R കുറയുന്ന സമയത്ത് I കുറയുകയാണ്. I കുറയുമ്പോൾ ഒമേഗ വിൽ ഇൻക്രീസ്. അതായത് ഈ ഭാഗത്ത് വരുന്ന സമയത്ത് പ്ലാനറ്റിൻ്റെ ആംഗുലർ വെലോസിറ്റി കൂടുതലായിരിക്കും.
ഇനി സപ്പോസ് ഇഫ് ദ പ്ലാനറ്റ് ഈസ് ഹിയർ, ഇവിടെയാണ് പ്ലാനറ്റ് എങ്കിൽ സണ്ണിൽ നിന്ന് വളരെ അകലത്തിലാണ് R ഇരിക്കുന്നത്. അതായത് ഇവിടെ R-ന്റെ വാല്യൂ വളരെ കൂടുതലാണ്. R കൂടുന്ന സമയത്ത് നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുന്ന സമയത്ത് ഒമേഗ വിൽ ഡിക്രീസ്, ഒമേഗയുടെ വാല്യൂ കുറവായിരിക്കും. അതായത് പ്ലാനറ്റ് അകന്നിരിക്കുകയാണെങ്കിൽ പ്ലാനറ്റിന്റെ ആംഗുലർ വെലോസിറ്റി കുറവായിരിക്കും. അതേസമയം സണ്ണിനോട് വളരെ ക്ലോസർ ആണ് പ്ലാനറ്റ് എങ്കിൽ പ്ലാനറ്റിന്റെ ആംഗുലർ വെലോസിറ്റി കൂടുതലായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ലോ എന്ന് പറയുന്നത് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ ആണ്. അത് നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ, ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. സണ്ണിനടുത്ത് പ്ലാനറ്റ് വരികയാണെങ്കിൽ അവിടെ പ്ലാനറ്റിന്റെ വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റി കൂടുതലായിരിക്കും. ആംഗുലർ വെലോസിറ്റി പറയുന്ന കാരണം ഈ പ്ലാനറ്റ് സണ്ണിന് ചുറ്റും റെവല്യൂഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആംഗുലർ വെലോസിറ്റി എന്ന് പറയാം. ദ ആംഗുലർ വെലോസിറ്റി ഓഫ് റെവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് അറൌണ്ട് ദി സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഇൻക്രീസസ് എപ്പോൾ വെൻ ദി പ്ലാനറ്റ് കംസ് ക്ലോസർ ടു ദി സൺ ആൻഡ് വൈസ് വേഴ്സ. അതായത് പ്ലാനറ്റ് സണ്ണിനോട് അടുത്ത് വരുന്ന സമയത്ത് ആംഗുലർ വെലോസിറ്റി കൂടുകയും പ്ലാനറ്റ് സണ്ണിൽ നിന്ന് അകന്നിരിക്കുന്ന സമയത്ത് അതിൻ്റെ ആംഗുലർ വെലോസിറ്റി കുറയുകയും ചെയ്യുന്നു. ബിക്കോസ് വെൻ ദി പ്ലാനറ്റ് കംസ് ക്ലോസർ ടു ദി സൺ ഇറ്റ്സ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിക്രീസസ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയുന്നു, അതിൻ്റെ ഫലമായിട്ട് ആംഗുലർ വെലോസിറ്റി കൂടുന്നു എന്ന് പറയാൻ കഴിയും. രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷനാണ് ബാലറ്റ് ഡാൻസർ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ബാലറ്റ് ഡാൻസർ ഒരു കാലിലൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഡാൻസ് ചെയ്യുന്ന ആളുടെ ഹാൻഡ്സ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ, ഈ തരത്തിലാണ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നതെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് എന്നുള്ളത് വളരെ കൂടുതലായിരിക്കും. അതായത് R-ന്റെ വാല്യൂ കൂടുതലായിരിക്കും. R കൂടുന്നത് നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുകയാണെങ്കിൽ ആളുടെ ആംഗുലർ വെലോസിറ്റി കുറയുകയും. അറിയാം ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ആളുടെ രണ്ട് ഹാൻഡ്സും ഷ്രിങ്ക് ചെയ്യാണ്, ഉള്ളിലേക്ക് ഷ്രിങ്ക് ചെയ്യുന്ന സമയത്ത് R-ന്റെ വാല്യൂ കുറയുന്നു. R-ന്റെ വാല്യൂ കുറയുന്ന സമയത്ത് നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയുന്നു. അപ്പോൾ ആളുടെ ആംഗുലർ വെലോസിറ്റി കൂടുന്നു എന്ന് കാണാം. വേറൊരു ആപ്ലിക്കേഷനാണ് ജമ്പിങ് ഓഫ് എ ഡൈവർ. നിങ്ങൾ സ്പ്രിംഗ് ഡൈവിങ് കണ്ടു കാണും. അതായത് ഡൈവർ സ്പ്രിംഗ് ബോളിൽ നിന്ന് ഡൈവ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കറക്കം കിട്ടുന്നതിന് വേണ്ടി, കൂടുതൽ റൊട്ടേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആളുടെ കൈ കാലുകൾ മാക്സിമം ഉള്ളിലേക്ക് ഷ്രിങ്ക് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? R-ന്റെ വാല്യൂ കുറയും. R കുറയുന്ന സമയത്ത് മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയുകയും അതിൻ്റെ ഫലമായിട്ട് ആംഗുലർ വെലോസിറ്റി കൂടും. കൂടുതൽ സമയം ആൾക്ക് കറങ്ങാൻ കഴിയും. ദെൻ കറങ്ങി അവസാനം സ്പ്രിംഗ് ഡൈവ് ചെയ്ത് വെള്ളത്തിലേക്ക് എത്തുന്ന സമയത്ത് ബോഡി എക്സ്പാൻഡ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ അവിടെ നമുക്ക് ആംഗുലർ വെലോസിറ്റി കുറയുകയാണ് വേണ്ടത്. അപ്പോൾ ആംഗുലർ വെലോസിറ്റി കുറയുന്നതിന് വേണ്ടിയിട്ട് R കൂടണം. R കൂടുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. അപ്പോൾ ഒമേഗ കുറയുന്നതായിട്ട് കാണാം. അതാണ് ജമ്പിങ് ഓഫ് എ ഡൈവർ. അതിന് നേരെ റിവേഴ്സായ ഒരു ആപ്ലിക്കേഷനാണ് ഫാളിംഗ് ഡൗൺ ഓഫ് എ കാറ്റ്. പൂച്ച വളരെ ഉയരത്തിൽ നിന്ന് വീഴുകയാണെങ്കിൽ ഏത് സമയത്താണ് പൂച്ച ഗർത്തിന് പാരലായിട്ട് വരുന്നത്, ആ സമയത്ത് പൂച്ച അതിൻ്റെ ബോഡി മാക്സിമം എക്സ്പാൻഡ് ചെയ്യും. ബോഡി എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് R കൂടും. R കൂടുന്ന സമയത്ത് ഒമേഗ കുറയുകയും. കാരണം അതായത് കുറഞ്ഞ വെലോസിറ്റിയിൽ ഗ്രൗണ്ടിലേക്ക് വീഴുന്നതിന് വേണ്ടിയിട്ടാണ് തരത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൂച്ച എങ്ങനെ വീണ് കഴിഞ്ഞാൽ 4 കാലെന്ന് വീഴുന്നു പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ തരത്തിലാണ്. ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന, നമുക്ക് ചുറ്റും കാണുന്ന ലോ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റുമായി ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. അടുത്ത നമുക്കൊരു ആപ്ലിക്കേഷൻ നോക്കാം, ഷ്രിങ്കിങ് ഓഫ് എ പ്ലാനറ്റ്. നമുക്കറിയാം നമ്മുടെ എർത്ത് അതിൻ്റെ ആക്സിസിനെ ആസ്പദമാക്കി ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 24 hours ആണ്. അപ്പോൾ T1 = 24 hours നമുക്ക് എടുക്കാം. നമുക്കിതിൻ്റെ റേഡിയസ്, എർത്തിൻ്റെ റേഡിയസ് എന്നുള്ളത് നമ്മൾ R1 = R എന്ന് എടുത്തിരിക്കുന്നു. പിന്നെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഭൂമിയുടെ റേഡിയസ് ഇതിൻ്റെ നേർ പകുതി ആവുകയാണെങ്കിൽ, അതായത് R2 എന്നുള്ള പുതിയ റേഡിയസ് R/2 ആവുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ടൈം പീരിയഡ് ഓഫ് ദി എർത്ത്. അതായത് ടൈം പീരിയഡ് യൂഷ്വൽ കേസിൽ 24 hours ആണ്. അത് റേഡിയസ് പ്ലാനറ്റിൻ്റെ, നമ്മുടെ എർത്തിൻ്റെ റേഡിയസ് ജസ്റ്റ് ഹാഫ് ആവുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ടൈം പീരിയഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം അപ്ലൈ ചെയ്യാം. നമുക്കറിയാം I ω = എ കോൺസ്റ്റൻറ്റ്. കാരണം ഇവിടെ ആക്ട് ചെയ്യുന്ന ടോർക്ക് 0 ആണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും I1 ω1 = I2 ω2. ഓക്കെ, I എന്ന് പറയുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. നമുക്കറിയാം എർത്ത് ഈസ് കൺസിഡേർഡ് ആസ് എ സ്ഫിയർ. സ്ഫിയറിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാം 2/5 mr² ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 2/5 mr². മാസിന് ചേഞ്ച് സംഭവിക്കുന്നില്ല, കാരണം റേഡിയസ് ജസ്റ്റ് ഹാഫ് ആവുന്ന മാത്രമേ ഉള്ളൂ. മാസ് റിമൈൻസ് ദ സെയിം. സോ 2/5 mr² ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ω = 2π/t ആണ്. ഒമേഗൻ ടൈം പീരീഡ് നമ്മുടെ റിലേഷൻ ω = 2/t. അപ്പോൾ അവിടെ ω1 എന്നുള്ളതിന് പകരം 2π/t1 എന്ന് കൊടുക്കാം. കാരണം ടൈം പീരീഡ് T1 ആണ്. = സെക്കൻഡ് കേസിൽ 2/5
r2² ഇൻറ്റു ω2 പകരം 2π/T2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരേപോലെ ടേംസ് ഒക്കെ രണ്ട് സൈഡിൽ ക്യാൻസൽ ചെയ്യാം. 2/5m ഉണ്ട് ഇവിടെ, 2/5m ഇവിടെ ഉണ്ട്, 2π എല്ലാം ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കിയുള്ള വരുന്ന എന്താണ്? r1² ഇസ് ഈക്വൽ ടു r2² T2. ഓക്കെ, ഇനി r1 എന്നുള്ളത് നമ്മൾ എന്തെടുത്തു? 6 എന്ന് എടുക്കാം. അപ്പോൾ r1ന് പകരമായിട്ട് 6 കൊടുക്കാം. ദാറ്റ് ഈസ് r²/T1 എന്നുള്ളത് നമുക്ക് 24 hours എടുക്കാം. ഇസ് ഈക്വൽ ടു r2 എന്നുള്ളത് r/2 ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ r2² എന്നുള്ളത് നമുക്ക് r/2 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ T2 നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റിയാണ്. സോ വി ക്യാൻ റൈറ്റ് r²/24 ഈസ് ഈക്വൽ ടു r/2 ഹോൾ സ്ക്വയർ നമുക്ക് r²/4 എന്ന് എഴുതാം. പിന്നെ ഇവിടെ ഈ T2 ഇവിടെ ഉണ്ട്. ഓക്കെ, r² രണ്ട് സൈഡും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/24 ഈസ് ഈക്വൽ ടു 1/4 T2 ആണ്. ഇവിടെ ഈ 4ഉം 24ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1/6 എന്ന് കിട്ടും. സോ 1/6 ഈസ് ഈക്വൽ ടു 1/T2 or T2 ഈസ് ഈക്വൽ ടു 6 hours. അതായത് ഭൂമിയുടെ റേഡിയസ് ജസ്റ്റ് ഹാഫ് ആവുന്ന സമയത്ത് അതിലെ ടൈം പീരീഡ് എത്രയായി മാറും? 6 hours ആയി മാറും. 24 hours ടൈം പീരീഡ് ഉള്ള എർത്ത് അതിൻ്റെ റേഡിയസ് ജസ്റ്റ് ഹാഫ് ആവുന്ന സമയത്ത് അതിൻ്റെ പുതിയ ടൈം പീരീഡ് എന്ന് പറയുന്നത് 6 hours. ഇതും ലോ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിന്റെ വേറൊരു ആപ്ലിക്കേഷനാണ്. അടുത്തൊരു ആപ്ലിക്കേഷനാണ് മെൽറ്റിംഗ് ഓഫ് ഐസ് അറ്റ് പോളാർ റീജിയൻ. ഇത് എർത്തിൻ്റെ പോളാർ റീജിയനിലാണ്. ഇവിടെ ഡ്യൂ ടു ഗ്ലോബൽ വാർമിംഗ് ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെയുള്ള ഐസൊക്കെ തന്നെ മെൽറ്റ് ചെയ്തിട്ട് ഏത് ഭാഗത്തേക്ക് വരും? ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് വരും. അപ്പോൾ നമുക്കറിയാം ഇത് ആക്സിസ് ഓഫ് റൊട്ടേഷനാണ്. ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് മാസ് അകന്നു മാറും തോറും മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുകയാണ് ചെയ്യുന്നത്. അത് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് അകന്നു മാറുന്ന സമയത്ത് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ത് ചെയ്യും? കൂടും. മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഈ മാസ് ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഡിസ്റ്റൻസ് കൂടുകയാണ്. അതിൻ്റെ ഫലമായിട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടും. മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും അക്കോർഡിംഗ് ടു ലോ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ആംഗുലർ വെലോസിറ്റി ഡിക്രീസസ്. ഇവിടെയും ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ടോർക്ക് 0 അതുകൊണ്ട് ഒമേഗ ഡിക്രീസ് ചെയ്യുന്നു. നമുക്കറിയാം ഒമേഗ ഇസ് ഈക്വൽ ടു 2π/T ആണ്. ഓക്കെ, 2π/T ആണ്. അപ്പോൾ ഒമേഗ കുറയുന്ന സിറ്റുവേഷനിൽ വാട്ട് ഹാപ്പൻസ് ടു ടൈം പീരീഡ് ഇൻക്രീസസ്. അതായത് ഭൂമിയുടെ ടൈം പീരീഡ്, അതായത് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം കൂടുന്നു. അതായത് ഡ്യൂറേഷൻ ഓഫ് ദ ഡേ ഇൻക്രീസസ്. നമുക്കറിയാം ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഒരു ഡേ നൈറ്റ് എന്ന് പറഞ്ഞാൽ 24 hours ആണ്. പക്ഷേ ഈ സിറ്റുവേഷൻ ഇങ്ങനെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഡ്യൂ ടു ഗ്ലോബൽ വാർമിംഗ് ദ ഡ്യൂറേഷൻ ഓഫ് ദി ഡേ ഇൻക്രീസസ്. ഒരു ആപ്ലിക്കേഷനാണ് ഒരു ടോപ്പിൻ്റെ ഒരു പമ്പര കറങ്ങുന്ന സിറ്റുവേഷൻ. നമുക്കറിയാം ആംഗുലർ മൊമെന്റം കൺസർവ്ഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം ആംഗുലർ മൊമെന്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതിനെന്തുണ്ട്? മാഗ്നിറ്റ്യൂഡുണ്ട്, ഡയറക്ഷനുണ്ട്. നമ്മൾ ഈ പറഞ്ഞ സൂചിപ്പിച്ച ഇതിലുള്ള ആപ്ലിക്കേഷനൊക്കെ തന്നെ ആംഗുലർ മൊമെന്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൺസർവ്ഡ് ആയിട്ട് സിറ്റുവേഷനാണ് പറഞ്ഞത്. നമുക്കറിയാം ആംഗുലർ മൊമെന്റത്തിനെ സംബന്ധിച്ച് എന്ത് ഡയറക്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പമ്പരത്തിൻ്റെ കറക്കം നമ്മൾ എടുക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ ആയി നിൽക്കുന്ന ഈ സിറ്റുവേഷനിൽ പമ്പര അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കറങ്ങുന്ന ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്കറിയാം ലോ പ്രകാരം ഈ തരത്തിൽ കറങ്ങുകയാണെങ്കിൽ ഒമേഗയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അപ്വേർഡ്സ്. ഒമേഗയുടെ ഡയറക്ഷൻ നേരെ മുകളിലേക്കായിരിക്കും. ആംഗുലർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ ആംഗുലർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ അപ്വേർഡായി കാത്തു സൂക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പാർട്ടിക്കിൾസ് സർക്കുലർ മോഷനിലൂടെ, അതായത് എല്ലും ഒമേഗയുടെ ഡയറക്ഷൻ മുകളിലേക്ക് ആവണമെങ്കിൽ ഈ പാർട്ടിക്കിൾ കറങ്ങുന്നത് ഈ തരത്തിലുള്ള സർക്കുലർ മോഷനിലായിരിക്കും. അപ്പോൾ ഇവിടെ ആംഗുലർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല അവിടുത്തെ ഡയറക്ഷൻ കൂടി കൺസർവ്ഡ് ആണെന്ന് പറയാം. അതായത് എല്ലിൻ്റെയും ഒമേഗയുടെയും ഡയറക്ഷൻ നേരെ മുകളിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ പാർട്ടിക്കിൾസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു സർക്കുലർ മോഷനായിരിക്കും. നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കൂടി നോക്കാം. ബാലൻസിങ് എ ബൈസിക്കിൾ. ഒരു ബൈസിക്കിൾ വി എന്നുള്ള വെലോസിറ്റിയിൽ ഇങ്ങനെ പോവാണ്. ഇതിൻ്റെ 2 ടയറുകളാണത്. വിയുടെ ഡയറക്ഷൻ നേരെ ഈ തരത്തിലാണെങ്കിൽ നമുക്കറിയാം ഇവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ പോയിന്റ് അലോങ് വിച്ച് ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ആക്ടിങ്. അപ്പോൾ ബാലൻസിങ് കണ്ടീഷനിൽ ഇവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ബാലൻസ്, അതായത് വെയിറ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയോട് ആക്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഇവിടെ എർത്ത് കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ടോർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ടോർക്കിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെയിറ്റ് ഓഫ് ദി പേഴ്സൺ, അതായത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട്, അതായത് വെയിറ്റ് ഓഫ് ദി പേഴ്സൺ ഈസ് ആക്ടിങ്, വെയിറ്റ് ഓഫ് ദ പേഴ്സണും അതേപോലെ വെയിറ്റ് ഓഫ് ദി സൈക്കിളൊക്കെ ആക്ട് ചെയ്യുന്നത് എലോങ് ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയതുകൊണ്ട് ഇവിടെ എർത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ടോർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ടോർക്ക് 0 ആണെങ്കിൽ നമുക്കറിയാം ആംഗുലർ മൊമെന്റം ഈസ്
കൺസേർവ്ഡ്. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ തരത്തിലാണ് റൊട്ടേഷൻ എങ്കിൽ സൈക്കിൾ ടയറിൻ്റെ റൊട്ടേഷൻ ഈ തരത്തിലാണെങ്കിൽ നമുക്കറിയാം ഒമേഗയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ തരത്തിലായിരിക്കും. അതായത് ഒമേഗയുടെ ഡയറക്ഷൻ ആയിരിക്കും എല്ലിൻ്റെ ഡയറക്ഷൻ. ഈ ഡയറക്ഷൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ വെലോസിറ്റി നേരെ മുന്നിലേക്കായിരിക്കും. സിറ്റുവേഷൻ നമുക്ക് കാണാൻ കഴിയും ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ മാത്രമല്ല മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരേപോലെ തന്നെ കൺസേർവ്ഡ് ആണെന്ന് കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലും ടോപ്പിൻ്റെ റൊട്ടേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയും ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡും അതേപോലെ ഡയറക്ഷനും കൺസേർവ്ഡ് ആണ്. ഈ എക്സാമ്പിൾസിലൊക്കെ തന്നെ നമ്മൾ മനസ്സിലായത് ഇഫ് ദർ ഇസ് നോ ടോർക്ക് ആക്ടിങ് ഓൺ എ റൊട്ടേറ്റിംഗ് സിസ്റ്റം ദെൻ ദ ആംഗുലർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. ദിസ് ലോ ഈസ് നോൺ ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് റോളിംഗ് മോഷൻ. നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ മനസ്സിലാക്കേണ്ടത് റോളിംഗ് മോഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ മോഷൻ പ്ലസ് റൊട്ടേഷൻ മോഷൻ. ഒരു റിജിഡ് ബോഡിയെ സംബന്ധിച്ച് റൊട്ടേഷൻ മോഷൻ ഒറ്റയ്ക്ക് ഉണ്ടാവാം, അതേപോലെ തന്നെ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവാം. ഇത് രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷൻ ആയിട്ടുള്ള റോളിംഗ് മോഷൻ ഉണ്ടാവാം. ട്രാൻസ്ലേഷൻ മോഷൻ പറഞ്ഞാൽ നമുക്കറിയാം നിരങ്ങി നീങ്ങുകയാണ്, സ്ലൈഡിങ് ഇത് നീങ്ങുന്നതാണ് ട്രാൻസ്ലേഷൻ മോഷൻ. ട്രാൻസ്ലേഷൻ മോഷനിൽ ഒരു ബോഡി ഇങ്ങനെ നിരങ്ങി നീങ്ങുകയാണെങ്കിൽ നമുക്കറിയാം ഇതിലുള്ള എല്ലാ പാർട്ടിക്കിളിനെ സംബന്ധിച്ചും വെലോസിറ്റി സെയിം ആയിരിക്കും. ഈ ബോഡിയെ സംബന്ധിച്ച് ഒരു സെൻട്രോ മാസ് ഉണ്ട്, ആ സെൻട്രോ മാസിൻ്റെ വെലോസിറ്റിയാണ് VCM എങ്കിൽ ആ VCMൻ്റെ വാല്യൂ തന്നെയായിരിക്കും മറ്റുള്ള എല്ലാ പാർട്ടിക്കിൾസും ഉണ്ടായിരിക്കുക. ദാറ്റ് ഈസ് VCM ഈസ് സെയിം ഫോർ ഓൾ പാർട്ടിക്കിൾസ് ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്ലേഷൻ മോഷൻ. നമ്മളിതൊക്കെ തന്നെ ഒന്നാമത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ്. ഇതിൻ്റെ എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും വെലോസിറ്റി സെയിം ആയിരിക്കും, അതുതന്നെയായിരിക്കും സെൻട്രോ മാസിൻ്റെയും വെലോസിറ്റി. ഈ റൊട്ടേഷണൽ മോഷനാണ് എടുക്കുന്നതെങ്കിൽ പ്യുവർ റൊട്ടേഷണൽ മോഷൻ എടുക്കുന്ന കേസിൽ നമുക്കറിയാം ഇവിടെ ഈ തരത്തിലാണ് റൊട്ടേഷൻ എങ്കിൽ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതേപോലെ ഇവിടെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് ഒക്കെ തന്നെ ഈ ഒറിജിനിൽ നിന്ന് R റേഡിയസിലാണെങ്കിൽ ഇവിടുത്തെ പാർട്ടിക്കിളിൻ്റെ ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം V=R⍵ ആണ്. ഇവിടെയും V=R⍵ആണ്. ഈ തലത്തിലൊക്കെ R റേഡിയസുള്ള ഈ പോയിന്റുകളൊക്കെ തന്നെ ആ പാർട്ടിക്കിൾസിൻ്റെയൊക്കെ വെലോസിറ്റി V=R⍵ ആയിരിക്കും. അതായത് ഈ പാർട്ടിക്കിൾസിനൊക്കെ തന്നെ ടാൻജൻഷ്യൽ വെലോസിറ്റി സെയിം ആയിരിക്കും. ഇനി നമ്മൾ വേറൊരു പാർട്ടിക്കിൾ ഈ ഒരു പോയിന്റിലാണ് എടുക്കുന്നതെങ്കിൽ അവിടുത്തെ റേഡിയസ് വേറെ ആയിരിക്കാം. അതായത് R2 എന്ന് എടുക്കുന്നെങ്കിൽ ഈ ഒരു റേഡിയസിൽ വരുന്ന ഈ ഒരു സർക്കിളിൽ വരുന്ന പാർട്ടിക്കിൾസിൻ്റെ ഒക്കെ തന്നെ ടാൻജൻഷ്യൽ വെലോസിറ്റി പറയുന്നത് വേറെ ഒന്നായിരിക്കും. അതായത് റേഡിയസ് സെയിം ആവുന്ന സമയത്ത് ആ റേഡിയസിന് സർക്കിളിലൂടെ വരുന്ന പാർട്ടിക്കിൾസിൻ്റെ ഒക്കെ തന്നെ ടാൻജൻഷ്യൽ വെലോസിറ്റി സെയിം ആയിരിക്കും. റൊട്ടേഷണൽ മോഷൻ മാത്രം കൺസിഡർ ചെയ്യുമ്പോഴുള്ള ഒരു സിറ്റുവേഷൻ ഇതാണ്. ട്രാൻസ്ലേഷൻ മോഷൻ മാത്രം കൺസിഡർ ചെയ്യുമ്പോഴുള്ള സിറ്റുവേഷൻ. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസ്ലേഷൻ മോഷൻ്റെയും റൊട്ടേഷൻ മോഷൻ്റെയും കോമ്പിനേഷൻ ആയുള്ള റോളിംഗ് മോഷൻ നോക്കാം. ഈ തരത്തിലൊരു ബോൾ മുന്നോട്ട് ഉരുണ്ട് നീങ്ങാണ് വിചാരിക്കുക. അതാണ് ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടെ രണ്ട് തരത്തിലുള്ള മോഷനുണ്ട്, ട്രാൻസ്ലേഷൻ മോഷനുണ്ട്, റൊട്ടേഷണൽ മോഷനുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻട്രോ മാസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു യൂണിഫോമലി ഷേപ്ഡ് സ്ഫെറിക്കൽ ബോഡി ആയതുകൊണ്ട് സെൻട്രോ മാസ് നേരെ സെൻട്രലാണ്. ഈ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ പാർട്ടിക്കിളിനെ സംബന്ധിച്ച് അതിൻ്റെ R⍵ എന്നുള്ള ടാൻജൻഷ്യൽ വെലോസിറ്റി ഉണ്ട്. അതേസമയം തന്നെ ഇതിനൊക്കെ തന്നെയുള്ള പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്നുള്ള VCM, അതായത് VCM ഈസ് സെയിം ഫോർ ഓൾ പാർട്ടിക്കിൾസ് ഇൻ ട്രാൻസ്ലേഷൻ മോഷൻ. അപ്പോൾ ട്രാൻസ്ലേഷൻ മോഷൻ ഉള്ളതുകൊണ്ട് ഈ പാർട്ടിക്കിളിന് VCM എന്നുള്ള ഒരു വെലോസിറ്റി ഉണ്ട്, കൂടാതെ അവിടെ R⍵ എന്നുള്ള വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ആ ടോപ്പ് മോസ്റ്റ് പോയിന്റിലുള്ള ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് VCM + R⍵ ആയിരിക്കും. നമ്മൾ ഇവിടുത്തെ ഒരു പാർട്ടിക്കിളാണ് എടുക്കുന്നതെങ്കിൽ പാർട്ടിക്കിൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇതിൻ്റെ VCM എന്നുള്ള ഒരു വെലോസിറ്റി ഉണ്ട്, കൂടാതെ ഇവിടെ R⍵ ഡയറക്ഷൻ ഈ തരത്തിലായിരിക്കും. ബോട്ടം പോയിന്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ബോഡി മുന്നോട്ട് റോൾ ചെയ്യുന്നതുകൊണ്ട് VCMൻ്റെ ഡയറക്ഷൻ അങ്ങോട്ട് തന്നെ, പക്ഷേ R⍵ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇവിടെ വരുന്ന സിറ്റുവേഷനിൽ VCM ഇങ്ങോട്ടായിരിക്കും, R⍵ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെ വരുമ്പോൾ VCMൻ്റെയും ഇതാണ് VCM, ഇതാണ് R⍵, ഇത് രണ്ടിൻ്റെയും റിസൾട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ വെലോസിറ്റി ഇവിടെ കിട്ടാം. അപ്പോൾ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് VCM + R⍵ ആയിരിക്കും. അതേപോലെ അറ്റ് ദ ബോട്ടം പോയിന്റിൽ എന്തായിരിക്കും VCM - R⍵ ആയിരിക്കും ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അതേപോലെ സെൻട്രോ മാസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാമെങ്കിൽ സെൻട്രോ മാസ് എന്ന് പറയുന്നത് അവിടുത്തെ R0 ആണ്. അപ്പോൾ അവിടെ ടാൻജൻഷ്യൽ വെലോസിറ്റി V=R⍵ എന്നുള്ള ഉണ്ടായിരിക്കില്ല. പിന്നെ ഉണ്ടാവുന്നത് അവിടെ വെലോസിറ്റി ഓഫ് ദ സെൻട്രോ മാസ്, അത് VCM മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സെൻറ്റർ ഓഫ് മാസ് വെലോസിറ്റി ഈസ് ഓൺലി VCM. ഇങ്ങനെയാണ് റോളിംഗ് മോഷൻ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ആദ്യത്തെ ടൈപ്പ് ഓഫ് റോളിംഗ് മോഷനാണ് പ്യുവർ റോളിംഗ് മോഷൻ, അതായത് റോളിംഗ് മോഷൻ വിത്തൗട്ട് സ്ലിപ്പിംഗ്. റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്, അതാണ് പ്യുവർ റോളിംഗ് മോഷൻ. നമുക്കിവിടെ നോക്കാം. ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് R⍵ VCM ആയിരിക്കും. അതായത് R⍵ വാല്യൂ VCMൽ ഈക്വൽ ആവുന്ന കേസിൽ നമുക്ക് പറയും പ്യുവർ റോളിംഗ് മോഷൻ. അപ്പോൾ
അത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നമുക്ക് നോക്കാം, അതേപോലെ ബോട്ടം പോയിന്റിലും സെൻട്രൽ ഓഫ് മാസിലും എങ്ങനെയാണ് ടോട്ടൽ വെലോസിറ്റി എന്ന് നോക്കാം. ആദ്യം ബോട്ടം പോയിന്റിൽ വരികയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ബോട്ടം പോയിന്റ് വെലോസിറ്റി പറഞ്ഞ് VCM മൈനസ് ആർ ഒമേഗയാണ്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ വെലോസിറ്റി ഈ ഒരു കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ VCMൻ്റെ വാല്യൂ ആർ ഒമേഗ ഈക്വൽ ആവുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റും VCM മൈനസ് VCM, കാരണം രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ടോട്ടൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിലുള്ള പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ആ പാർട്ടിക്കിൾ അവിടെ റെസ്റ്റിലായിരിക്കും. അത്തരം സിറ്റുവേഷനിൽ അവിടെ കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവില്ല, കാരണം ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് അതിനെതിരെയുള്ള ഫ്രിക്ഷനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ ആ ഒരു പോയിന്റിൽ പാർട്ടിക്കിളിനെ സംബന്ധിച്ച് കൈനറ്റിക് ഫ്രിക്ഷൻ 0 ആയിരിക്കും. പിന്നെ അവിടെ ഉണ്ടാവുന്ന എന്ത് മാത്രമായിരിക്കും? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാത്രമായിരിക്കും. ഓക്കെ, ഇനി ടോപ്പ് മോസ്റ്റ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആർ ഒമേഗയും VCMൻ്റെയും സമ്മാണ് ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നമുക്ക് എഴുതാം V = VCM + VCM, കാരണം VCM = ആർ ഒമേഗയാണ്. അപ്പോൾ രണ്ടും VCM എന്ന് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് 2 VCM ആയിരിക്കും. ഇനി അത് സെൻറ്റർ ഓഫ് മാസിലാണെങ്കിൽ നേരത്തെ പോലെ തന്നെ ഓൺലി ദ പാർട്ടിക്കിൾ വിത്ത് വെലോസിറ്റി VCM മാത്രമേ ഉണ്ടായത്. സെൻറ്റർ ഓഫ് മാസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് VCM മാത്രമായിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഒബേ ചെയ്യുന്ന റോളിംഗ് മോഷൻ നമ്മൾ പറയുന്നത് പ്യുവർ റോളിംഗ് മോഷൻ ഓർ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റോളിംഗ് മോഷനാണ് റോളിംഗ് വിത്ത് സ്ലിപ്പിംഗ്. ഈ റോളിംഗ് രണ്ട് തരത്തിൽ നമുക്ക് പറയാൻ പറ്റും, ഫോർവേഡ് സ്ലിപ്പിങ്ങും ബാക്ക്വേഡ് സ്ലിപ്പിംഗ്. നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഫോർവേഡ് സ്ലിപ്പിംഗ്. ഫോർവേഡ് സ്ലിപ്പിങ്ങിൻ്റെ കേസിൽ VCM ഈസ് ഗ്രേറ്റർ ദാൻ ആർ ഒമേഗ, അതായത് VCMൻ്റെ വാല്യൂ ആർ ഒമേഗയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അത്രയും കേസിൽ നമുക്ക് ബോട്ടം പോയിന്റിൽ എങ്ങനെയാണ് വെലോസിറ്റി നോക്കാം. അതായത് VCM ഈസ് ഗ്രേറ്റർ ദാൻ ആർ ഒമേഗ. അപ്പോൾ ബോട്ടം പോയിന്റ് മൂവ്സ് ഫോർവേഡ്, കാരണം VCMൻ്റെ വാല്യൂ ആർ ഒമേഗയിൽ കൂടുതലായതുകൊണ്ട് ബോട്ടം പോയിന്റ് നേരെ മുന്നിലേക്കായിരിക്കും പോവുക. അതായത് അതിൻ്റെ ഫലമായിട്ട് ഫ്രിക്ഷൻ എന്നുള്ളത് എങ്ങോട്ടായിരിക്കും? ബാക്ക്വേർഡ്സ് ആയിരിക്കും. ബോഡി ഈ പോയിന്റിലുള്ള പോയിന്റ് മൂവ് ചെയ്യുന്നത് ഫോർവേഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് അവിടുത്തെ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബാക്ക്വേർഡ്സ് ആയിരിക്കും. അതായത് ബോട്ടം പോയിന്റ് മൂവ്സ് ഫോർവേഡ് ആൻഡ് ഫ്രിക്ഷൻ ഈസ് ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ. ദിസ് ഈസ് ഫോർവേഡ് സ്ലിപ്പിംഗ്. ഇനി ബാക്ക്വേർഡ് സ്ലിപ്പിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ റിവേഴ്സ് ആണ്. അതായത് ഇവിടെ VCM ഈസ് ലെസ് ദാൻ ആർ ഒമേഗ. അപ്പോൾ ഇവിടുത്തെ കേസ് നോക്കുകയാണെങ്കിൽ VCMൻ്റെ വാല്യൂ ആർ ഒമേഗനേക്കാൾ കുറവാണെങ്കിൽ ഈ പോയിന്റ് നേരെ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ബാക്ക്വേർഡ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് ബോട്ടം പോയിന്റ് മൂവ്സ് ബാക്ക്വേർഡ്സ്. അപ്പോൾ മോഷന് എതിരായിട്ടാണ് ഫ്രിക്ഷൻ എന്നുള്ളതുകൊണ്ട് ഈ പോയിന്റ് ബാക്കിലേക്കാണ് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഫ്രിക്ഷൻ്റെ വാല്യൂ ഇവിടെ ഫോർവേഡ് ആയിരിക്കും. അതായത് ബോഡി മൂവ് ചെയ്യുന്നത് ഫോർവേഡ് ആയിരിക്കും, ഫ്രിക്ഷൻ്റെ വാല്യൂ ഫോർവേഡ് ആയിരിക്കും. ഇത്തരം മോഷനാണ്, ഇത്തരത്തിലുള്ള റോളിംഗ് ആണ് നമുക്ക് റോളിംഗ് വിത്ത് സ്ലിപ്പിംഗ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള റോളിംഗ് വിത്ത് സ്ലിപ്പിംഗ് ഉണ്ട്, ഫോർവേഡ് സ്ലിപ്പിങ്ങും ബാക്ക്വേർഡ് സ്ലിപ്പിംഗ്. ഫോർവേഡ് സ്ലിപ്പിങ്ങിൻ്റെ കേസിൽ VCM ഈസ് ഗ്രേറ്റർ ദാൻ ആർ ഒമേഗ. അതിൻ്റെ ഫലമായിട്ട് ബോട്ടം പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ബോട്ടം പോയിന്റ് മൂവ്സ് ഫോർവേഡ്സ് ആൻഡ് ഫ്രിക്ഷൻ ഈസ് ഇൻ ദി ബാക്ക്വേർഡ് ഡയറക്ഷൻ. ആൻഡ് സെക്കൻഡ് കേസിൽ, അതായത് ബാക്ക്വേർഡ് സ്ലിപ്പിംഗ് എടുക്കുന്നെങ്കിൽ അവിടെ VCMൻ്റെ വാല്യൂ വിച്ച് ഈസ് ലെസ് ദാൻ ആർ ഒമേഗ. ഇൻ ദാറ്റ് കേസ് ദ ബോട്ടം പോയിന്റ് മൂവ്സ് ബാക്ക്വേർഡ്സ് ആൻഡ് ഫ്രിക്ഷൻ ഈസ് ഇൻ ദി ഫോർവേഡ് ഡയറക്ഷൻ ആൻഡ് ദ ബോഡി ഈസ് ആൾസോ മൂവിങ് ഇൻ ദി ഫോർവേഡ് ഡയറക്ഷൻ. ഓക്കെ, ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് റോളിംഗ് മോഷൻ. ആദ്യം പറഞ്ഞത് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്, രണ്ടാമത് പറഞ്ഞ റോളിംഗ് വിത്ത് സ്ലിപ്പിംഗ്. റോളിംഗ് വിത്ത് സ്ലിപ്പിംഗ് തന്നെ രണ്ട് തരത്തിലുണ്ട്, ഫോർവേഡ് സ്ലിപ്പിംഗും ആൻഡ് ബാക്ക്വേർഡ് സ്ലിപ്പിംഗ്. ഓക്കെ, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു ടോപ്പിക്കാണ് പ്യുവർ റൊട്ടേഷൻ ഓഫ് എ ബോഡി ഓൺ എ ഇൻക്ലൈൻഡ് പ്ലെയിൻ. M മാസുള്ള ഒരു ബോഡി, അതിൻ്റെ റേഡിയസ് 6 ആണ്. അത്തരത്തിലുള്ള ബോഡീനെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെച്ചിരിക്കുകയാണ്. അത് ഇവിടുന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ബോഡി റോൾ ചെയ്തിട്ട് ഈ ബോട്ടം പോയിന്റിൽ എത്തുകയും അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ വെലോസിറ്റി എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കുകയും വേണം. നമുക്കറിയാം ഹൈസ്റ്റ് പോയിന്റിൽ ബോഡി റെസ്റ്റിലിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഹൈറ്റ് കൊണ്ട് അതിന് കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അതിൻ്റെ ഇക്വേഷനാണ് പൊട്ടൻഷ്യൽ എനർജി = mgh. ഓക്കെ, ഇനി ബോഡി റിലീസ് ചെയ്യുന്ന സമയത്ത് അത് റോളിംഗ് മോഷനാണ് വിധേയമാവുന്നത്. റോളിംഗ് മോഷൻ പറഞ്ഞാൽ നമുക്കറിയാം ട്രാൻസ്ലേഷൻ മോഷനുണ്ട്, അതേപോലെ തന്നെ റൊട്ടേഷണൽ മോഷനുണ്ട്. ട്രാൻസ്ലേഷൻ മോഷൻ്റെ ഫലമായിട്ട് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ട്രാൻസ്ലേഷൻ മോഷനിൽ പോകുന്നതിൻ്റെ ഫലമായിട്ട് അതിന് V എന്നുള്ളൊരു വെലോസിറ്റി ഉണ്ടാവും. അതുകൂടാതെ ഒമേഗ എന്നുള്ള വെലോസിറ്റി ആംഗുലർ വെലോസിറ്റി ഉണ്ടായിരിക്കും, കാരണം അത് റൊട്ടേഷൻ മോഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ രണ്ട് തരത്തിലുള്ള വാല്യൂസ് V ഉണ്ടായിരിക്കും, അതേപോലെ ഒമേഗയും ഉണ്ടായിരിക്കും. അതായത് ഈ ബോട്ടം പോയിന്റിൽ എത്തുന്ന സമയത്ത് ബോഡിയുടെ ഫുൾ പൊട്ടൻഷ്യൽ എനർജി എന്തായി മാറുന്നു? കൈനറ്റിക് എനർജി ആയി മാറുന്നു. രണ്ട് തരത്തിലുള്ള കൈനറ്റിക് എനർജി ഉണ്ടാവുന്നുണ്ട്. ഡ്യൂ ടു റൊട്ടേഷൻ കൈനറ്റിക് എനർജിയും ഡ്യൂ ടു ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജിയും. നമുക്കറിയാം ബൈ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ടോട്ടൽ എനർജീസ് കൺസേർവ്ഡ്. അതായത് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി അറ്റ് ദി ബോട്ടം പോയിന്റ്. സോ ബൈ കൺസർവേഷൻ ഓഫ് എനർജി mgh ഈസ് ഈക്വൽ ടു ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജിയാണ് 12mv² പ്ലസ്
റൊട്ടേഷൻ കൈനറ്റിക് എനർജി ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. നമുക്കറിയാം ഐയുടെ ജനറൽ ഇക്വേഷൻ ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ വേർ കെ ഇസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഒമേഗയും വിയും തമ്മിലുള്ള റിലേഷൻ ഒമേഗ ഇസ് ഈക്വൽ ടു വി ബൈ ആർ വേർ ആർ ഇസ് ദി റേഡിയസ്. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം ജി എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് എം ബി സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു ഐക്ക് പകരം എം കെ സ്ക്വയർ കൊടുത്തു, ഒമേഗയ്ക്ക് പകരം വി ബൈ ആർ കൊടുത്തു, അതിന് സ്ക്വയർ ചെയ്തപ്പോൾ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ദാറ്റ് ഈസ് എം ജി എച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ കോമൺ ആയ ടേംസുകളൊക്കെ പുറത്തേക്ക് എടുക്കാം. ഹാഫ് എം വി സ്ക്വയർ പുറത്തേക്ക് എടുത്തു, ബ്രാക്കറ്റിനകത്ത് 1 പ്ലസ് പിന്നെ ഇവിടെ ബാലൻസ് വരുന്നത് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, രണ്ട് സൈഡിലുള്ള എം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ജി എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2 ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിയുടെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് വി സ്ക്വയർ അവിടെ നിർത്താം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2നെ കൂടെ എടുത്തു 2gh ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ താഴത്തേക്ക് കൊണ്ടുവന്നു. സോ വി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2gh ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി വെൻ ഇറ്റ് റീച്ചസ് അറ്റ് ദി ബോട്ടം പോയിന്റ്. ഓക്കെ, അതായത് ബോഡി ഇവിടുന്ന് റോൾ ചെയ്തിട്ട് ഈ താഴത്തെ ഗ്രൗണ്ട് എത്തുന്ന സമയത്ത് അവിടെ ജസ്റ്റ് ടച്ചിൻ്റെ മുന്നുള്ള അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് മാക്സിമം വെലോസിറ്റി ഇതായിരിക്കും റൂട്ട് ഓഫ് 2gh ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. കെ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദ ബോഡിയാണ്, ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ബോഡി കൺസേൺഡ് ആണ്, എച്ച് എന്ന് പറയുന്നത് എത്ര ഹൈറ്റിൽ നിന്നാണ് ബോഡി വരുന്നത്. 2 ഈസ് എ കോൺസ്റ്റന്റ്, ജി എന്നുള്ളത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നമുക്കിപ്പോൾ റോളിംഗ് മോഷനിൽ കിട്ടിയ ബോട്ടം പോയിന്റ് വെലോസിറ്റി എന്ന് പറയുന്നത് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇത് നമുക്ക് ഒരു സ്ലൈഡിംഗ് മോഷൻ്റെ കേസ് നോക്കാം. ഈ തരത്തിൽ ഒരു ബോഡി വെച്ചിരിക്കുകയാണ്, റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ബോഡിയാണ്. അതിനെ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെച്ച് കഴിഞ്ഞാൽ ഷുവർലി എന്ത് ചെയ്യും, ഇറ്റ് അണ്ടർഗോസ് എ ട്രാൻസ്ലേഷൻ മോഷൻ. ഇതിങ്ങനെ നിരങ്ങി ഇങ്ങോട്ട് പോരും. അപ്പോൾ അത്തരത്തിലൊരു പോയിന്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. നിരങ്ങി നീങ്ങുന്ന പോയിന്റ് ഉള്ള ഇൻസ്റ്റൻറ്റിലൊരു പോയിന്റ് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ മാസ് എം ആണ് ഇതിൻ്റെ മാസ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എം ജി വിച്ച് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ഈ ആംഗിൾ നമ്മൾ എടുത്തിരിക്കുന്നത് തീറ്റയാണ്. തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിൾ തീറ്റയാണ്. ദെൻ തീറ്റയുടെ അടുത്ത് കിടക്കുന്ന ഈ കമ്പോണൻ്റാണ് എം ജി കോസ് തീറ്റ കമ്പോണൻറ്റ്, അതായത് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. അതേപോലെ എം ജിനെ ഈ ഒരു കമ്പോണൻറ്റ് എം ജി സൈൻ തീറ്റ കമ്പോണൻറ്റ് എടുക്കുക. എം ജി സൈൻ തീറ്റ നേരെ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. അതിനെതിരായിട്ട് സ്ലൈഡിംഗ് മോഷൻ ആയതുകൊണ്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്നു. അതേപോലെ നോർമൽ റിയാക്ഷൻ വിച്ച് ഈസ് ആക്ടിങ് ഇൻ ദി അപ്പർ ഡയറക്ഷൻ, ദാറ്റ് ഈസ് എൻ. അപ്പോൾ എൻ എം ജി കോസ് തീറ്റ തമ്മിൽ ബാലൻസ് ചെയ്യുന്നു. അതേപോലെ എം ജി സൈൻ തീറ്റ നേരെ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. ഈ എം ജി സൈൻ തീറ്റ ഫ്രിക്ഷനെ ഓവർകം ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഫലമായിട്ട് ഈ ബോഡി സ്ലൈഡ് ചെയ്ത് താഴത്തേക്ക് വരുന്നത്. അതായത് ബോഡി ഇവിടെ താഴത്തേക്ക് വരുന്ന ഈ ഒരു ഫോഴ്സ് കൊണ്ടാണ്, എം ജി സൈൻ തീറ്റ എന്നുള്ളൊരു ഫോഴ്സ് കൊണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് വിച്ച് ഈസ് ആക്ടിങ് ഇൻ ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ along the downward direction, that is the force which is acting in the direction F is equal to mg sin theta. ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് mg sin theta ആയിരിക്കും. നമുക്കതിൻ്റെ ആക്സിലേഷൻ കണ്ടെത്തണമെങ്കിൽ a is equal to എന്താണ്, f by m ആണ്. സോ that is equal to mg sin theta divided by m ആണ്. അപ്പോൾ m ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും a is equal to g sin theta. ഇതാണ് ആക്സലേഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഇൻ സ്ലൈഡിംഗ് മോഷൻ. അതായത് ഈ ബോഡി ട്രാൻസ്ലേഷൻ മോഷന് വിധേയമാവുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്തായിരിക്കും, ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ജി സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാം. ബി സ്ക്വയർ ഈസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് അപ്ലൈ ചെയ്യാം. ബി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്. യു അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് ആയതുകൊണ്ട് 0 എന്ന് എടുക്കാം. 2 ഇൻറ്റു എക്ക് പകരം ആക്സലേഷൻ ഇവിടെ കിട്ടിയിരിക്കുന്നത് ജി സൈൻ തീറ്റ എന്നാണ്. എസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മൊത്തം ഇവിടെ സഞ്ചരിച്ച മൊത്തം ദൂരമാണ് എസ്. നമുക്ക് എസ്സിനെ തീറ്റ ടേമിൽ കണ്ടെത്താം. ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഞാൻ സൈൻ തീറ്റ കാണുകയാണ്. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എസ് ആണ് എടുത്തിരിക്കുന്നത്. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എസ്. സോ എസ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ സൈൻ തീറ്റ. അപ്പം അങ്ങനെ കിട്ടും, എച്ച് ബൈ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സൈൻ തീറ്റ കെട്ട് ക്യാൻസൽ. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gh or v is equal to root of 2gh. അതായത് in the case of sliding motion velocity at the bottom v is equal to root of 2gh, but in the case of rolling motion velocity v is equal to root of 2gh divided by 1 plus k square by r square. ഈ ഇക്വേഷൻ നമുക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നത് കുറേ ഫ്രീലി ഫോളിംഗ് ബോഡി, ഒരു എം മാസുള്ളൊരു ബോഡി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രൗണ്ടിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നതായിരിക്കും ബേസിക്കൽ റൂട്ട് ഓഫ് 2gh. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി യു ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നത്. അപ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gh യു 0 എടുക്കുന്ന സമയത്ത് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു
2gh എന്ന് വരും. സോ v is equal to root of 2gh എന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി കേസ് പോലെ തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നമുക്ക് ട്രാൻസ്ലേഷൻ മോഷനിൽ ഒരു ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റൊട്ടേഷൻ മോഷനിലെ ക്വാണ്ടിറ്റി ആകണമെങ്കിൽ നമുക്ക് റൂട്ട് ഓഫ് 1 + k² ഡിവൈഡ് ചെയ്താൽ മതി. അത് ഫോർ ട്രാൻസ്ലേഷൻ മോഷൻ വി ഗോട്ട് ആക്സിലേഷൻ ഇസ് ഈക്വൽ ടു a ഈക്വൽ ടു g sin θ നമുക്ക് കിട്ടി. അപ്പോൾ റോളിംഗ് മോഷനുള്ള ആക്സിലേഷൻ കണ്ടെത്തണമെങ്കിൽ നമുക്ക് g sin θ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 + k² ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ട്രാൻസ്ലേഷൻ മോഷനുള്ള ക്വാണ്ടിറ്റിനെ റൂട്ട് ഓഫ് 1 + k² ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോളിംഗ് മോഷനുള്ള ക്വാണ്ടിറ്റി കിട്ടും. ഇനി നമുക്ക് റോളിംഗ് മോഷനുള്ള ടൈം കൂടി കണ്ടെത്താം. അതായത് ഈ ബോഡി ഇവിടേക്ക് റോൾ ചെയ്തെത്താൻ എത്ര സമയം എടുക്കുന്ന കൂടിയും കാണാം. അത് ടൈം നമുക്ക് കണ്ടെത്തണം. അവിടെ ഇക്വേഷൻ s is equal to ut plus half a t². Body starting for rest, so u is taken as 0. So s is equal to 0 plus half into a into t². So s is equal to half a t². So t² is equal to 2s divided by a, or t is equal to root of 2s divided by a. Okay. ആ എസിൻ്റെയും എയുടെ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടി is equal to 2 ഇൻറ്റു എസിൻ്റെ വാല്യൂ നമുക്ക് നേരത്തെ കിട്ടിയിട്ട് s is equal to h/sin θ. അതിവിടെ കൊടുത്തു h/sin θ. ആക്സിലേഷൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആക്സിലേഷൻ എന്ന് പറയുന്നത് ഇതാണ്. a is equal to g sin θ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 + k² ആണ്. ഇവിടെ കൊടുത്തു g sin θ. പിന്നെ താഴെ ബൈ 1 + k² മുകളിലേക്ക് വരുമ്പോൾ 1 + k² ഇങ്ങനെ വരും. ഓക്കെ. ദെൻ ഇവിടെ 2h ഇൻറ്റു ഇവിടെ sin θ sin square θ എന്ന് വരും. g അതേപോലെ എഴുതി. ദെൻ 1 + k²/r². അതായത് t is equal to root of 2 ഇൻറ്റു h ഇൻറ്റു 1 + k²/r² ഡിവൈഡഡ് ബൈ g ഇൻറ്റു sin square θ. അതായത് പ്യുവർ റോളിംഗ് മോഷനിൽ ഉള്ള ടൈം ടൈക്കൺ ഫോർ ദ ബോഡി ടു റീച്ച് അറ്റ് ദി ബോട്ടം. ഈ ബോട്ടം പോയിന്റിൽ എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതേപോലെ അത് ആക്സലേഷൻ, പ്യുവർ റോളിംഗ് മോഷനിലെ ആക്സലേഷൻ എക്സ്പ്രഷനാണ് a is equal to g sin θ ഡിവൈഡ് ബൈ 1 + k²/r². അതേപോലെ വെലോസിറ്റി എക്സ്പ്രഷനാണ് v is equal to root of 2gh ഡിവൈഡ് ബൈ 1 + k²/r². ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം തീറ്റയ്ക്ക് വേരിയേഷൻ വരുന്ന സമയത്ത്, തീറ്റ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ വെലോസിറ്റിക്ക് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരില്ല. കാരണം ഇവിടെ തീറ്റ എന്നുള്ളൊരു ഫാക്ടർ വരുന്നില്ല. അതേസമയം ഇവിടെ തീറ്റ കൂടുന്ന കേസിലാണെങ്കിൽ, തീറ്റ കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും വെലോസിറ്റി ഹാസ് നോ ചേഞ്ച്. അതേസമയം ആക്സലേഷനും തീറ്റ കൂടുന്ന സമയത്ത് ആക്സലേഷൻ കൂടുന്നതായിട്ട് കാണാം. ആക്സലേഷൻ വിൽ ഇൻക്രീസ്. ഓക്കെ. അതേപോലെ ടൈം നോക്കുക. ടൈം തീറ്റ കൂടുന്ന സമയത്ത് ടൈം കുറയുന്നതായിട്ട് കാണാം. സോ ടി വിൽ ഡിക്രീസ്. അതേപോലെ തീറ്റ കുറയുകയാണെങ്കിൽ ആക്സലേഷൻ എന്നുള്ളത് എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. ആക്സലേഷൻ എന്നുള്ളത് എന്ത് ചെയ്യും? കുറയും. ദെൻ ടൈം എന്നുള്ളത് കൂടും. അതായത് തീറ്റയുടെ വാല്യൂടെ കുറയുന്ന സമയത്ത് ആക്സലേഷൻ്റെ വാല്യൂം അതേപോലെ തന്നെ കുറയും. അപ്പോൾ ടൈമിൻ്റെ വാല്യൂ കൂടുന്നതായിട്ട് കാണാം. ഇങ്ങനെയാണ് പ്യുവർ റോളിംഗ് മോഷനിൽ, അതായത് റൊട്ടേഷൻ ഓഫ് എ ബോഡി എന്നുള്ള കേസിൽ അലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്നുള്ള സിറ്റുവേഷനിൽ അതിൻ്റെ വെലോസിറ്റി, അതുപോലെ അതിൻ്റെ ആക്സലേഷൻ, അതിൻ്റെ ടൈം, ഈ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തുന്നത്. അടുത്തതായിട്ട് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് എക്സസൈസ് ആണ്. പ്രോബ്ലം നോക്കൂ. 3 ബോഡീസ്, എ റിംഗ്, എ സോളിഡ് സിലിണ്ടർ, എ സോളിഡ് സ്ഫിയർ റോൾസ് ഡൗൺ ദ സെയിം ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ 3 ടൈപ്പ് ബോഡീസ് റോൾ ചെയ്യാണ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ദറ്റ് ഈസ് പ്യുവർ റോളിംഗ് മോഷൻ. ദേ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ റേഡി ഓഫ് ദ ബോഡീസ് ആർ സെയിം. എല്ലാതിൻ്റെ റേഡിയസ് നമുക്ക് ക്യാപിറ്റൽ ആർ എന്ന് എടുക്കാം. വിച്ച് ഓഫ് ദ ബോഡീസ് റീച്ച് ദ ഗ്രൗണ്ട് വിത്ത് മാക്സിമം വെലോസിറ്റി. ഏത് ബോഡിയാണ് ഇതിൽ മാക്സിമം വെലോസിറ്റിയിൽ താഴെ എത്തുക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇതിൻ്റെയൊക്കെ മാസ് എം എന്നെടുക്കാം, റേഡിയസ് ക്യാപിറ്റൽ ആർ എന്നെടുക്കാം. നമുക്കറിയാം വെലോസിറ്റി ഓഫ് ദ ബോഡി വെൻ ഇറ്റ് റീച്ചസ് അറ്റ് ദ ബോട്ടം നമ്മൾ ഡിറൈവ് ചെയ്തിൻ്റെ v is equal to root of 2gh ഡിവൈഡ് ബൈ 1 + k²/r². ഈ ബോഡീസിൻ്റെ ഒക്കെ തന്നെ മാസ് സെയിം ആണ്, ഇതിൻ്റെ ഒക്കെ തന്നെ റേഡിയസ് സെയിം ആണ്. അപ്പോൾ അതൊന്നും തന്നെ മാറ്റമില്ല. പക്ഷേ റേഡിയസ് ഓഫ് ഗൈറേഷൻ k മേ വാരി ഫ്രം ബോഡി ടു ബോഡി. അപ്പോൾ കെയുടെ വാരിയേഷൻ അനുസരിച്ച് വിയിൽ വ്യത്യാസം വരുന്നത് കാണാം. നമുക്ക് ആദ്യം റിങ്ങിൻ്റെ കേസ് നോക്കാം. റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ I is equal to mr² നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും k² is equal to r². കാരണം I is equal to mk² ആണ്. I is equal to mr² ആവുന്ന സമയത്ത് k² is equal to r² എന്ന് എഴുതാം. സോ k²/r² is equal to 1 കിട്ടും. അപ്പോൾ വെലോസിറ്റി
of the ring is equal to root of 2gh divided by 1 plus k square by r square പകരം 1 കൊടുത്തു. 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആവും. ആ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വെലോസിറ്റി ഓഫ് ദ റിംഗ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് GH. ഇതാണ് വെലോസിറ്റി ഓഫ് ദി റിംഗ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സോളിഡ് സിലിണ്ടർ നോക്കാം. സോളിഡ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഡിസ്ക് തന്നെയാണ്. ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ I is equal to mr square by 2 ആണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും k സ്ക്വയർ എന്നുള്ള എന്താണ് r സ്ക്വയർ by 2 ആണ്. അപ്പോൾ k സ്ക്വയർ by r സ്ക്വയർ is equal to 1 by 2 എന്ന് എഴുതാം. സോ വെലോസിറ്റി ഓഫ് ദ സോളിഡ് സിലിണ്ടർ is equal to root of 2gh divided by 1 plus k സ്ക്വയർ by r സ്ക്വയർ വരെ നമുക്ക് 1 by 2 എന്ന് കൊടുക്കാം. 1 plus 1 by 2 പറഞ്ഞാൽ 1 plus ആരാ പറഞ്ഞാൽ 1.5 പറഞ്ഞാൽ 3 by 2. ഈ 2നെ ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ റൂട്ട് ഓഫ് 4gh ഡിവൈഡ് ബൈ 3 നമുക്കതിനെ ഫ്രാക്ഷനെ മാറ്റി ഡെസിമൽ ആക്കുമ്പോൾ റൂട്ട് ഓഫ് 1.33 GH എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദി സിലിണ്ടർ. ഈ മൂന്നാമത്തത് സോളിഡ് സ്ഫിയർ എടുക്കാം. സോളിഡ് സ്ഫിയറിൻ്റെ കേസിൽ I is equal to 2/5 mr സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് k സ്ക്വയർ എന്നുള്ളത് എന്തായിരിക്കും, m ഒഴിവാക്കി ബാക്കിയുള്ളതായിരിക്കും k സ്ക്വയർ. ദാറ്റ് ഈസ് 2/5 r സ്ക്വയർ is equal to k സ്ക്വയർ ആയിരിക്കും. സോ k സ്ക്വയർ ബൈ r സ്ക്വയർ is equal to 2/5. നേരത്തെ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വെലോസിറ്റി ഓഫ് ദ സോളിഡ് സ്ഫിയർ is equal to root of 2gh ഡിവൈഡഡ് ബൈ 1 plus k സ്ക്വയർ ബൈ r സ്ക്വയർ പറഞ്ഞാൽ 2/5 കൊടുക്കാം. അപ്പോൾ 1 plus 2/5 പറഞ്ഞാൽ 7/5 കിട്ടും. ഈ 5നെ കൊണ്ട് എടുക്കുന്ന സമയത്ത് ഇറ്റ് ബിക്കം റൂട്ട് ഓഫ് 10gh ഡിവൈഡഡ് ബൈ 7. അതിനെ ഫ്രാക്ഷൻ ആകുന്ന സമയത്ത് റൂട്ട് ഓഫ് 1.42 GH. അപ്പോൾ 3 വാല്യൂസ് കിട്ടി. ഒന്ന് റൂട്ട് ഓഫ് GH, ഒന്ന് റൂട്ട് ഓഫ് 1.33 GH, ഒന്ന് റൂട്ട് ഓഫ് 1.42 GH. നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ബോഡി വിച്ച് റീച്ചസ് ദ ഗ്രൗണ്ട് വിത്ത് മാക്സിമം വെലോസിറ്റി. ഏറ്റവും കൂടിയ വെലോസിറ്റി ഇവിടെ സോളിഡ് സ്ഫിയറിനാണ്. വെലോസിറ്റി ഓഫ് ദി സ്ഫിയർ ആണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ പിന്നെ സിലിണ്ടർ ആണ്. വെലോസിറ്റി ഓഫ് ദി സിലിണ്ടർ, അതിന് ശേഷമാണ് വെലോസിറ്റി ഓഫ് ദി. ഒരു പ്രോബ്ലം നോക്കാം. ദി ആംഗുലർ സ്പീഡ് ഓഫ് എ മോട്ടോർ വീൽ ഈസ് ഇൻക്രീസ് ഫ്രം 1200 RPM ടു 3120 RPM ഇൻ 16 സെക്കൻഡ്. അതായത് ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റിയും ഫൈനൽ ആംഗുലർ വെലോസിറ്റിയും തന്നിട്ട് നമുക്ക് ഒമേഗ നെട്ടും ഒമേഗയും എഴുതാം. അതിന് വാട്ട് ഈസ് ഇസ് ആംഗുലർ ആക്സലേഷൻ, ആൽഫയാണ് കണ്ടെത്തേണ്ടത്. അസ്യൂമിങ് ദ ആക്സലേഷൻ ടു ബി യൂണിഫോം. ദെൻ ഹൗ മെനി റെവല്യൂഷൻ ഡസ് ദ എൻജിൻ മേക്ക് ഡ്യൂറിങ് ദിസ് ടൈം. എത്ര റെവല്യൂഷനാണ് ഈ ഒരു ആക്സലേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് കണ്ടത്. എത്ര റെവല്യൂഷൻ അവിടെ എടുക്കും, റെവല്യൂഷൻ്റെ എണ്ണമാണ് കാണേണ്ടത്. അവിടെ തന്നിരിക്കുന്ന ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി 1200 RPM ആണ്. റൊട്ടേഷൻ പെർ മിനിറ്റിനെ നമുക്ക് റൊട്ടേഷൻ പെർ സെക്കൻഡ് ആക്കി മാറ്റണമെങ്കിൽ അതിനെ ഒമേഗ 2π ഇൻറ്റു 1200 ഡിവൈഡ് ബൈ 60 ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്ന ആൻസർ 40π റേഡിയൻ പെർ സെക്കൻഡ്, അതായത് ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി. അതേപോലെ ഫൈനൽ ആംഗുലർ വെലോസിറ്റി 3120 RPM ആണ്. അതിനെ റൊട്ടേഷൻ പെർ സെക്കൻഡ് ആക്കിയിട്ട് ഒമേഗ കാണണമെങ്കിൽ 2π ഇൻറ്റു 3120 ബൈ 60. അതായത് ഒമേഗ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ടൈമിലുണ്ടാവുന്ന ആംഗിളാണ് ഒമേഗ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് ടൈം ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ 3120 RPM ആദ്യം റൊട്ടേഷൻ പെർ സെക്കൻഡ് ആക്കി. അപ്പോൾ 3120 ബൈ 60 ഇൻറ്റു 2π. അപ്പോൾ അത്രയും ആംഗിൾ കിട്ടും. ദാറ്റ് ഈസ് 104π റേഡിയൻ പെർ സെക്കൻഡ് ആണ് ഒമേഗ എന്നുള്ള ഫൈനൽ ആംഗുലർ വെലോസിറ്റി. നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ, കൈനമാറ്റിക് ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ റൊട്ടേഷൻ മോഷൻ അപ്ലൈ ചെയ്യാം. ഒമേഗ ഇസിക്കൽ ഒമേഗ നോട്ട് പ്ലസ് ആൽഫ ടി. നമുക്ക് കണ്ടെത്തേണ്ടത് ആൽഫയാണ്. ആൽഫ ഇസിക്കൽ ഒമേഗ മൈനസ് ഒമേഗ നോട്ട് ബൈ ടി. ദാറ്റ് ഈസ് 104π മൈനസ് 40π ബൈ 16 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ആൻസർ 4π റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി നമുക്ക് കാണേണ്ടത് എത്ര റെവല്യൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ എത്ര റെവല്യൂഷൻ എണ്ണം കാണണമെങ്കിൽ ഈ ഒരു ആക്സലേഷൻ അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഈ എൻജിൻ, ഈ വീല് എത്ര തവണ റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണണമെങ്കിൽ എത്ര ആംഗിൾ ഉണ്ടാക്കിയെന്ന് കാണാം. തീറ്റ കണ്ടെത്തണം. അതായത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ കാണണം. തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട് ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് തീറ്റ കണ്ടെത്താൻ വേണ്ടിയിട്ട് തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ടിൻ്റെ വാല്യൂ 40π ഇൻറ്റു ടി 16 സെക്കൻഡ്, 16 സെക്കൻഡോടാണ് ഒമേഗ നോട്ട് ഒമേഗയായി മാറുന്നത്. സോ 16 പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ നമുക്ക് കിട്ടി 4π ഇൻറ്റു 16 സ്ക്വയർ. ഇത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും 1152π റേഡിയൻ. അപ്പോൾ ഇത്രയും ആംഗിളാണ് ഈ സമയം കൊണ്ട് അവിടെ ഉണ്ടായത്. നമുക്കറിയാം ഒരു റൊട്ടേഷൻ പറഞ്ഞാൽ 2π റേഡിയൻ ആണ്. അപ്പോൾ എത്ര റെവല്യൂഷൻ എന്ന് കിട്ടണമെങ്കിൽ നമ്പർ ഓഫ് റെവല്യൂഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ ആംഗിൾ ഡിവൈഡഡ് ബൈ 2π. ദാറ്റ് ഈസ് 1152π ബൈ 2π. യു വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് റെവല്യൂഷൻ ആസ് 576. അതായത് ഈ വെലോസിറ്റി
1200 RPM 3120 RPM 16 സെക്കൻഡ് ആവുന്ന സമയമാകുമ്പോഴേക്കും ഈ എൻജിൻ്റെ മോട്ടോർ വീല് 576 തവണ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് നമ്പർ ഓഫ് റെവല്യൂഷൻ ഈസ് ഈക്വൽ ടു 576. ഇത് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സസൈസ് ആണ്, ഒരു ലെങ്തി പ്രോബ്ലം ആണ്. നോക്കൂ, എ കോഡ് ഓഫ് നെഗ്ലിജിബിൾ മാസ് ഈസ് വൗണ്ട് റൗണ്ട് ദ റിംഗ് ഓഫ് എ ഫ്ലൈ വീൽ ഓഫ് മാസ് 20 കിലോഗ്രാം ആൻഡ് റേഡിയസ് 20 സെൻറ്റിമീറ്റർ. ഒരു കയർ ഒരു ഫ്ലൈ വീലിന് ചുറ്റുമായിട്ട് ചുറ്റിയിരിക്കുകയാണ്. അതിൻ്റെ ഫ്ലൈ വീലിൻ്റെ മാസ് എന്ന് പറയുന്നത് 20 കിലോഗ്രാം ആണ്. അതിൻ്റെ റേഡിയസ് 20 സെൻറ്റിമീറ്റർ ആണ്. എ സ്റ്റഡി പുൾ ഓഫ് 25 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ ദ കോഡ്. ഒരു 25 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണ് ഫോഴ്സ്. ദെൻ ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ എ ഹൊറിസോണ്ടൽ ആക്സിൽ. ഈ ഒരു ആക്സിസിലാണ് ഇതിങ്ങനെ മൗണ്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് അതിൻ്റെ കമ്പ്യൂട്ട് ദി ആംഗുലർ ആക്സിലേഷൻ ഓഫ് ദ വീൽ. എന്നെ കാണേണ്ടത് ഫൈൻഡ് ദി വർക്ക് ഡൺ ബൈ ദ പുൾ വെൻ 2 മീറ്റർ ഓഫ് കോഡ് ഈസ് വൗണ്ട്. പിന്നെ മൂന്നാമത്തത് ഫൈൻഡ് കൈനറ്റിക് എനർജി ഓഫ് ദ വീൽ അറ്റ് ദിസ് പോയിന്റ് ആൻഡ് കമ്പയർ ദ ആൻസേഴ്സ് ഓഫ് പാർട്ട് ബി ആൻഡ് സി. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ട് നോക്കാം. ആദ്യം കാണേണ്ടത് ആംഗുലർ ആക്സിലേഷൻ ആൽഫയാണ്. നമുക്കറിയാം ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫയാണ് ആണല്ലോ. അത് മൊമെന്റ് ഓഫ് ഇനേഷ്യാണ് ഐ. ടോ എന്ന് പറഞ്ഞാൽ ടോർക്കാണ്, ആൽഫയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്ക് ടോർക്കിൻ്റെ വേറൊരു കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമുക്കിവിടെ ഫോഴ്സ് 25 ന്യൂട്ടൺ എന്ന് കിട്ടിയിട്ട് ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഈ 6. ഓക്കെ, ഇത് റേഡിയസ് ആണെങ്കിൽ ഇതും റേഡിയസ് ആണ്. അപ്പോൾ 20 സെൻറ്റിമീറ്റർ നമുക്ക് 6 എന്നുള്ളത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ 25 ഇൻറ്റു 20 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 0.2 വിൽ ഗെറ്റ് 5 ന്യൂട്ടൺ മീറ്റർ. 5 ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും ടോർക്കിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാം 5 is equal to ഐ ഇൻറ്റു ആൽഫ എന്നാണ്. പക്ഷേ ഐയുടെ വാല്യൂ കണ്ടെത്തണം. ഫ്ലൈ വീൽ എന്ന് പറയുന്നത് ഡിസ്ക് ആണ്. അപ്പോൾ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ഇസ് ഈക്വൽ ടു mr²/2. സോ 20 ഇൻറ്റു റേഡിയസ് 0.2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 നമുക്ക് കിട്ടും 0.4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 5 is equal to 0.4 ഇൻറ്റു ആൽഫ. യു വിൽ ഗെറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു 5/0.4 ദാറ്റ് ഈസ് 12.5 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഇങ്ങനെയാണ് പാർട്ട് എ സോൾവ് ചെയ്യുക. ഇനി നമുക്ക് അതിൻ്റെ ബി പാർട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഫൈൻഡ് ദി വർക്ക് ഡൺ ബൈ പുൾ വെൻ എ 2 മീറ്റർ ഓഫ് കോഡ് ഈസ് അൺബൗണ്ട്. 2 മീറ്റർ നീളം ഇതിനെ അൺബൗണ്ട് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ നീട്ടി വലിക്കുകയാണെങ്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് 25 ന്യൂട്ടനാണ്. അവിടെ ചെയ്യുന്ന വർക്ക് എന്താണ്? വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ 25 ഇൻറ്റു 2 മീറ്റർ ആണ് താഴത്തേക്ക് വലിക്കുന്നത്, അൺബൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 25 ഇൻറ്റു 2 യു വിൽ ഗെറ്റ് 50 ജൂൾ. അതാണ് പാർട്ട് ബി. ഈ പാർട്ട് സി കണ്ടെത്തേണ്ടത് ഫൈൻഡ് ദി കൈനറ്റിക് എനർജി ഓഫ് ദ വീൽ അറ്റ് ദിസ് പോയിന്റ്. ഈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് 2 മീറ്റർ താഴത്തേക്ക് വലിക്കുന്ന സമയത്ത് ഈ വീലിന് കിട്ടിയ കൈനറ്റിക് എനർജിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആൻഡ് കമ്പയർ ദി ആൻസേഴ്സ് ഓഫ് ദി പാർട്ട് സി വിത്ത് പാർട്ട് ബി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പാർട്ട് സി നോക്കാം. പാർട്ട് സി പറഞ്ഞാൽ ഇവിടുത്തെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. റൊട്ടേഷൻ ആയതുകൊണ്ട് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ 12I ω² എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ω² കാണണം. പറഞ്ഞിരിക്കുന്നു വീൽ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. അതുകൊണ്ട് ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ0 നമുക്ക് 0 എന്ന് എടുക്കാം. ദെൻ ആൽഫ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. തീറ്റയുടെ വാല്യൂ കണ്ടെത്തണം. നമുക്കറിയാം ഈ വീല് ഒരു തവണ ഫുൾ റൊട്ടേറ്റ് ചെയ്ത് പറഞ്ഞാൽ അർത്ഥം അതിൻ്റെ സർക്കംഫറൻസ് 2π ആണ്. അപ്പോൾ 2π ആംഗിൾ തിരിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ഫുൾ റൊട്ടേഷൻ പറഞ്ഞാൽ 2π റേഡിയനാണ്. അപ്പോൾ ഒരു ഫുൾ റൊട്ടേഷൻ തിരിയുന്ന സമയത്ത് ഈ ഇവിടെ റിലീസാവുന്ന കയറിൻ്റെ നീളം എന്ന് പറയുന്നത് ഇതിന് സർക്കംഫറൻസ് ആയിരിക്കും, അതായത് 2πr ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അതായത് ഒരു ഫുൾ റൊട്ടേഷൻ ഈ വീല് തിരിയുന്ന സമയത്ത് ഇവിടെ ഈ കയർ ചുറ്റിയിരിക്കുകയാണ്. ഈ കയർ അൺബൗണ്ട് ചെയ്യുന്നതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അത്രയും സർക്കംഫറൻസ് ആയിരിക്കും, അതായത് 2πr ആയിരിക്കും. 2π ആംഗിൾ തിരിയുമ്പോൾ സമയത്ത് 2πr കോഡ് ഫ്രീ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 മീറ്റർ നീളത്തിലുള്ള വയർ അൺബൗണ്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോഴുള്ള എത്ര തീറ്റ തിരിഞ്ഞിരിക്കും, എത്രയായിരിക്കും ആംഗിൾ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തീറ്റയാണ്. 2 മീറ്റർ ആവുന്ന സമയത്തുള്ള തീറ്റ. സോ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് 2π ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2πr. ദാറ്റ് ഈസ് 2π ക്യാൻസൽ കഴിഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ r. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ r. ഇപ്പോൾ തന്നെ 3 മീറ്റർ ആണ് അൺബൗണ്ടഡ് ആണെങ്കിൽ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 3 ഡിവൈഡഡ് ബൈ r എന്ന് എടുത്താൽ മതി. നമുക്ക് റേഡിയസ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നീളമാണ് അൺബൗണ്ട് ചെയ്തിരിക്കുന്നത് ആ നീളത്തിനെ ആ വീലിൻ്റെ റേഡിയസ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ആംഗിൾ തിരിഞ്ഞു എന്ന് കിട്ടും. അപ്പോൾ അവിടെ തീറ്റ എന്ന് പറയുന്നത് 2πr ആണ്. തീറ്റ കണ്ടെത്താം. 2πr ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ r. 20 സെൻറ്റിമീറ്റർ അതുകൊണ്ട് 0.2 ദാറ്റ് ഈസ് 10 റേഡിയൻ. ഓക്കെ, തീറ്റ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ω² ഈസ് ഈക്വൽ ടു ω0 0 എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 2 ഇൻറ്റു ആൽഫ നമുക്ക് നേരത്തെ കിട്ടിയ 12.5 ഇൻറ്റു 10. അപ്പോൾ കിട്ടുന്ന ആൻസർ 250 ആയിരിക്കും. ω². സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 12I ω². ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു
അത് നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് 0.4 ഇൻറ്റു 250 യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 50 ജൂൾ. അപ്പോൾ പാർട്ട് ബിയിൽ നമുക്ക് കിട്ടിയത് 50 ജൂളാണ്, പാർട്ട് സിയിൽ കിട്ടിയ ആൻസറും 50 ജൂളാണ്. അത് രണ്ട് ആൻസേഴ്സും സെയിം ആണ്. ഇതിന് എന്താ മനസ്സിലാക്കുന്നത്, നമ്മൾ പാർട്ട് ബിയിൽ നമ്മൾ ചെയ്ത വർക്ക് അത് 50 ജൂൾ ഓഫ് വർക്കാണ് നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുത്തത്. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി ആയി കിട്ടിയത് 50 ജൂളാണ്. അതായത് 50 ജൂൾ ഓഫ് വർക്ക് ഈസ് ഗിവൺ ടു ദ സിസ്റ്റം, വി ഗെറ്റ് 50 ജൂൾ ഓഫ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്യാണ് ചെയ്തത്. നമ്മൾ 50 ജൂൾ വർക്ക് സിസ്റ്റത്തിലേക്ക് കൊടുത്തു, കൈനറ്റിക് എനർജി ആയിട്ട് 50 ജൂൾ എനർജി നമുക്ക് കിട്ടി. സോ വർക്ക് എനർജി തിയറം ഈസ് ക്ലിയർലി പ്രൂവ്ഡ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷനിലെ അവസാനത്തെ പാർട്ട് ആയിരുന്നു ഇത്. അതായത് 6 ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ട് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷനിലെ നിങ്ങളുടെ +1 ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററിൻ്റെ എല്ലാ NCERT കോൺസെപ്റ്റ്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ ഈ 6 പാർട്ട് വീഡിയോസും വളരെ വ്യക്തമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ കാണുകയും അതുമായി ബന്ധപ്പെട്ട നോട്ട്സ് കൃത്യമായിട്ട് എഴുതിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കിക്കൊണ്ട് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാ വീഡിയോസും വളരെ വ്യക്തമായി കാണുകയും നോട്ട്സ് തയ്യാറാക്കുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.